മുട്ട കൊണ്ടൊരു ഗീ റോസ്റ്റ് ആയാലോ? അതെ, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നോക്കിയാലോ? അതിനു വേണ്ടി നമ്മൾ കുറച്ച് മുളക് അതുപോലെ തന്നെ കാഷ്യൂം കൂടി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചതേ ഉള്ളതുകൊണ്ട് കളർ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-6 പീസ് എരിവില്ലാത്ത മുളക് തന്നെ എടുത്തോളൂ. ഇനിയും നമ്മൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ തന്നെ കടുക്, ഉലുവ, പെരിഞ്ജീരകം, ഇത്ര ഐറ്റംസ് ഇട്ട് പിന്നെ ആവശ്യത്തിന് എരിയുടെ അനുസരിച്ചിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയായിട്ട് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഉപ്പ്, ഇത്ര ഐറ്റം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്തേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാലയും തക്കാളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു പീസ് പുളിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ടതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതായത് എൻ്റെ കയ്യിൽ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന വറ്റൽമുളക് കുറവായതുകൊണ്ടാണ്, 2 എണ്ണ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് മുളക് പൊടി ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് കുതിർത്ത് വെച്ച് അത് അരച്ചാൽ മതി, പിന്നെ മുളക് പൊടി ചേർക്കണം എന്ന് ഇല്ല. അതിനുശേഷം ഒന്ന് വഴറ്റി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് തിളക്കല്ല, നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി തന്നെ എടുക്കണം. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോയിൽ നിന്നൊരു മീഡിയത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇച്ചിരി സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് എണ്ണയൊക്കെ തന്നെ തെളിഞ്ഞ്, എണ്ണയല്ല നമ്മൾ നെയ്യ് ഒഴിച്ചിരിക്കുന്നത്, നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇപ്പോൾ കാഷ്യൂവിൻ്റെ ആ ഒരു ഇതൂടെ എല്ലാം കൂടെ ഇറങ്ങി നല്ല ഇതായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങൾ ഈ ഒരു സമയത്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മുറിച്ചിടണം എന്നില്ല, 2ആയിട്ട് മുറിക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ മുട്ട അങ്ങനെ ഇടുവോ, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതെല്ലാം മുട്ട വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടും ഇടാം. ഞാനിത് ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ശകല പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ഗീ റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സെപ്പറേറ്റ് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി ആയാലും അപ്പം ആയാലും ദോശ ആയാലും എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ ഇനിയും കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ മുട്ടയുടെ തന്നെ പലതരത്തിലുള്ള ഡിഷസ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്